ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ലിങ്ക്ഡൻ വെരിഫിക്കേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് പ്രൊഫൈൽ വെരിഫിക്കേഷനും ഒന്ന് വർക്ക് പ്ലേസ് വെരിഫിക്കേഷനും. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ പ്രൊഫൈൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പ്രൊഫൈലിലോട്ട് ലോഗിൻ ചെയ്യുക, അത് ആക്സസ് ചെയ്ത ശേഷം അതിൽ ഉണ്ടാവും വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെരിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ ഡാറ്റാസ് QR സ്കാൻ ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സെൽഫി എടുക്കുക, ഒരു സെൽഫി ഉണ്ടാവും, ആ ഒരു സെൽഫി എടുത്ത് കൊടുക്കുക. ക്ലിയർ ആയിട്ടുള്ള ഒരു സെൽഫി വിസിബിൾ ആയിരിക്കണം നമ്മൾ നന്നായിട്ട്. ദെൻ അത് അവരവർ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ അപ്രൂവ് ചെയ്യുമല്ലോ. പിന്നെ വർക്ക് പ്ലേസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് ഉണ്ടാവില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേജിൽ കയറിയിട്ട് ചെയ്യേണ്ടതാണ്. അതിലെബോട്ട് പോയിട്ട് നമ്മൾ അവർക്ക് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക. അവർ നെസസറി ആയിട്ടുള്ള ഡാറ്റാസ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുക. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് പർസോണ വെരിഫിക്കേഷനാണ്. അതെന്താ പർസോണ വെരിഫിക്കേഷൻ? ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പർസോണ വെരിഫിക്കേഷനാണ്. ഞാനത് കാണിച്ചു തരാം. അതൊരു തേർഡ് പാർട്ടി സർവീസാണ്. നമ്മൾ പ്രൊഫൈലിലോട്ട് കയറിയ ശേഷം വെരിഫൈ നമ്മൾ കണ്ടില്ലേ, 2 ടൈപ്പ് ഓഫ് വെരിഫൈ ഉണ്ടാവും. ഒന്ന് നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് നോക്കുമ്പോൾ വെരിഫൈ ഫോർ ഫ്രീ അതെടുത്താൽ രണ്ടും എടുക്കാം കേട്ടോ. നമ്മൾ പ്രൊഫൈലിൻ്റെ താഴെ ഫോട്ടോയുടെ താഴെയായിട്ട് കണ്ടില്ലേ വെരിഫൈ ആവും, അതും എടുക്കാം ഇതും എടുക്കാം. സോ അതില്ലാത്തവരുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3 ഡോട്ട്സ് പറഞ്ഞത്. ദെൻ വെരിഫൈ വിത്ത് പർസോണ. ഇതിൽ നമ്മൾ ID ഇപ്പോൾ നമ്മുടെ എൻ്റെ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ ഓഫർ ചെയ്തൊരു ID പ്രൂഫ് ഉണ്ടാകും. ഗവൺമെൻറ് ID ആണ് നമ്മുടെ പാസ്പോർട്ട്. അതാണ് നമ്മളിതിൽ ഉപയോഗിക്കേണ്ടത്. നമ്മളെ കൺട്രീസ് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പാസ്പോർട്ട് പ്രൂഫ് എന്താണോ അത് സ്കാൻ ചെയ്ത് ഇടുക. അതേപോലെ തന്നെ നമ്മൾ സെൽഫി, പിന്നെ അത് സാധാ പോലെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിൽ രണ്ട് സ്റ്റെപ്പൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഇതിലില്ല. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം വരാൻ പോകുന്നത് വെരിഫിക്കേഷനിൽ. ഞാനിത് 2-3 വട്ടം ചെയ്ത് നോക്കി വെരിഫിക്കേഷൻ, അതിൽ ഒന്നും ഇന്ത്യ കാണിക്കുന്നില്ല. നിങ്ങളെങ്ങാനും കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത വേർഷൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഇത് പറയുന്നത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുക നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മളൊരു ഫോട്ടോ, ഒരു സെൽഫി, ഇതാണ് വേണ്ടത് മെയിനായിട്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനങ്ങോട്ട് ഫർദറായിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മുടെ കൺട്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫർദർ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതെവിടെയാണ് നമ്മളെ കൺട്രി സെലക്ട് ചെയ്യേണ്ടത്. സോ ഇതിൽ എല്ലാ ടൈപ്പ് കൺട്രി ഉണ്ട്, പക്ഷേ ഇൻ കേസ് നമ്മുടെ ഇന്ത്യ അതിൽ കാണാനില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു പർസോണ വെരിഫിക്കേഷനിൽ വരുന്നത്. സോ നമുക്കിവിടെ വെച്ചിട്ടുള്ളതിൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാനത് ഫുള്ള് സ്ക്രോൾ ചെയ്ത് നോക്കി. സോ അതിൽ നമുക്ക് ഇന്ത്യ കാണുന്നില്ല. അത് ഒരു വല്ലാത്തൊരു ഡിഫക്റ്റായി തോന്നി എനിക്ക്. നമുക്കിതിൽ ഒരു ഇത് കൊടുക്കാം. ഞാനിതിൽ നിന്ന് ചെയ്തിട്ട് ഒരു നൗ കൊടുത്തിട്ട് ഞാൻ ബാക്കോട്ട് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഐ ഡോണ്ട് സീ ദ കൺട്രി ദാറ്റ് ഇഷ്യൂഡ് മൈ ID കൊടുത്തിട്ട് സബ്മിറ്റ് ആൻഡ് എക്സിറ്റ് അടിച്ചു. അതാണ് ചെയ്തത്. ദെൻ വൈ, എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചപ്പോൾ ഞാനത് ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് ഗൂഗിളിലൊന്ന് പോയി നോക്കി, എന്താണെന്ന് അറിയണമല്ലോ. പക്ഷേ അവർ പറയണത് എന്താ വെച്ചാൽ ആധാർ വെരിഫിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താ പറയുക, നമ്മുടെ എബൌട്ട് ദിസ് പ്രൊഫൈൽ. പക്ഷേ ഞാൻ എബൌട്ട് ദിസ് പ്രൊഫൈലിലാണ് കയറി നോക്കിയത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക, ഷെയർ